നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ 2017 403 അംഗ നിയമസഭയിൽ 312 സീറ്റിൻ്റെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഉത്തർപ്രദേശിൽ അധികാരത്തിലേറിയ BJPക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. സമാജ്വാദി പാർട്ടിയുടെ കടുത്ത വെല്ലുവിളിയിൽ 50ഓളം സീറ്റുകൾ കുറഞ്ഞെങ്കിലും യോഗി ആദിത്യനാഥ് എന്ന കാവി ഉടുത്ത മുഖ്യമന്ത്രിയുടെ പ്രഭാവത്തിലും മോദി പ്രതിച്ഛായയിലും 2022 അധികാരം നിലനിർത്തി. ഇவ்விധം സർവാധിപത്യമുള്ള സംസ്ഥാനത്താണ് BJP അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങളിലൊന്നായ അയോധ്യയിലെ രാമക്ഷേത്രം പൂർത്തിയാക്കിയത്. രാമക്ഷേത്ര വികാരത്തിൽ രാജ്യം പിന്തുണ നൽകി കേന്ദ്രത്തിൽ അധികാര തുടർച്ച ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന BJPക്ക് അതിൻ്റെ ആനുകൂല്യം ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ടത് ഉത്തർപ്രദേശിലാണ്. കൂടാതെ പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിൽ കാശി വിശ്വനാഥ ക്ഷേത്ര നവീകരണവും പ്രചാരണ ആയുധം. കർഷക സമരം പോലുള്ള എതിർവികാരങ്ങൾ ഒട്ടുമില്ല. ചുരുക്കത്തിൽ സമാജ്വാദി പാർട്ടി, BSP, കോൺഗ്രസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളെ നോക്കുകുത്തിയാക്കി 80 സീറ്റിൽ പരമാവധി നേടിയെടുക്കാൻ BJP ആഗ്രഹിക്കുന്നു. BJPയെ പ്രതിരോധിക്കാൻ രൂപീകരിച്ച ഇന്ത്യ മുന്നണി സംസ്ഥാനത്ത് പ്രഭാവമുള്ള സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനുമിടയിലെ തർക്കം മൂലം സീറ്റ് ധാരണ ഉണ്ടാക്കാനാകാതെ പതറുകയാണ്. 2019 3 സീറ്റിൽ ഒതുങ്ങിയ സമാജ്വാദി പാർട്ടിക്ക് നിലനിൽപ്പിൻ്റെയും അഭിമാനത്തിൻ്റെയും തെരഞ്ഞെടുപ്പാണിത്. സ്ഥാപകൻ മുലായം സിംഗിൻ്റെ അഭാവത്തിൽ മകൻ യുവനേതാവ് അഖിലേഷ് യാദവിന് അതിനാൽ സ്വന്തം തടി കാക്കലാണ് മുഖ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാദവ OBC വോട്ടുകൾ സമാഹരിച്ച് 2017 47 നിന്ന് 100 മുകളിലേക്ക് ഉയരാൻ കഴിഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രതീക്ഷ നൽകുന്നു. ഒരു കാലത്ത് ശക്തമായിരുന്ന UPയിൽ കോൺഗ്രസ് മേൽവിലാസം തേടുകയാണിപ്പോൾ. മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ 2019 ഒറ്റയ്ക്ക് മത്സരിച്ച സാഹചര്യമല്ല ഇന്ന്. പ്രിയങ്ക ഗാന്ധിയുടെ കഠിനാധ്വാനം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഫലം കണ്ടില്ല. സമാജ്വാദി പാർട്ടി അടക്കം പാർട്ടികൾ 2019 റായ്ബറേലിയിൽ സോണിയാഗാന്ധിയെ ജയിപ്പിക്കാൻ സഹായിച്ചിരുന്നു. അമേഠിയിൽ കഴിഞ്ഞ തവണ നേരിട്ട തോൽവി ആവർത്തിക്കാൻ ആഗ്രഹിക്കാത്ത രാഹുൽ ഗാന്ധി വയനാടിനെ തന്നെ ആശ്രയിക്കാനാണ് സാധ്യത. നിലനിൽപ്പ് ഭീഷണിയിൽ 2019 സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയ മായാവതിയുടെ BSP ഇക്കുറി എന്ത് ചെയ്യുമെന്നത് പ്രധാനം. UP ഭരിച്ച പാർട്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. OWൈസിയുടെ AIMM പിടിക്കുന്ന മുസ്ലിം വോട്ടുകളും ചെറു പാർട്ടികളും BSPക്ക് ഭീഷണിയായി. BJP സഖ്യകക്ഷിയായ അനുപ്രിയ പട്ടേലിൻ്റെ അപ്നാദൾ, ചരൺ സിംഗിൻ്റെ കൊച്ചുമകൻ ജയന്ത് ചൗധരിയുടെ രാഷ്ട്രീയ ലോക്ദൾ എന്നിവ NDAയ്ക്കൊപ്പം ചരൺ സിംഗിന് ഭാരതരത്നം നൽകിയതും എടുത്തു പറയേണ്ടതാണ്. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിൻ്റെ ആസാദ് സമാജ് പാർട്ടി അടക്കം ചെറു രാഷ്ട്രീയ പാർട്ടികളും UPയുടെ പ്രത്യേകതയാണ്. അവർ പിടിക്കുന്ന വോട്ടുകൾ വൻ കക്ഷികൾക്ക് തലവേദനയായി മാറുകയും ചെയ്യും. ഹിന്ദി ബെൽറ്റിൽ ജാതി രാഷ്ട്രീയം ഏറെ നിർണായകമായ സംസ്ഥാനമാണ് UP. BJP, സമാജ്വാദി അടക്കം മുഖ്യ പാർട്ടികളെ കൂടാതെ ചെറു പാർട്ടികളും ജാതിയുടെ ബലത്തിലാണ് നിലനിൽക്കുന്നത്.